ഇന്ന് ഞാൻ വീട്ടിൽ ഇരുന്ന് വെറുതെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അന്ന് എന്നോട് എന്നാ ദേഷ്യമായിരുന്നു. എപ്പോഴും വഴക്ക് പറയും, എന്നോട് എപ്പോഴും ശകാരിക്കും, അങ്ങനെ വല്ലാത്ത ഇറിറ്റേറ്റ് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് എന്നോട് ഇങ്ങനെയെന്ന്. ഇന്ന് ഞാൻ എൻ്റെ മോളോടും ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അവളോട് വല്ലാതെ ദേഷ്യപ്പെടും, ശകാരിക്കും, വഴക്ക് പറയും. അന്നൊന്നും എനിക്ക് എന്തിനാണ് എൻ്റെ മാതാപിതാക്കൾ ഇത് എന്നോട് കാണിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു. നാളെ എൻ്റെ മകൾക്കും ഞാൻ എന്തിനാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മാതാപിതാക്കൾ എന്തിനാണ് വഴക്ക് പറയുന്നതെന്ന് ഒരു മക്കൾക്കും ഇന്ന് മനസ്സിലാകില്ല. എൻ്റെ രക്ഷാകർത്താക്കൾ എന്തിനാണ് എന്നെ വഴക്ക് പറഞ്ഞ് ശകാരിച്ചത്. ഒന്ന്, നമ്മൾ നന്നാവാൻ, നേർവഴിക്ക് നടക്കാൻ ഒക്കെ തന്നെയാണ്. നമ്മളോട് ദേഷ്യവും വിദ്വേഷവും നമ്മളെ തെറ്റ് കണ്ട ശകാരിക്കുകയും ചെയ്യുന്നവർ തന്നെയായിരിക്കും നാളെ നമ്മളെ ചേർത്ത് പിടിക്കുക. ഓർക്കുക, നമ്മളോട് ദേഷ്യപ്പെടുന്നവരും നമ്മളെ വഴക്ക് പറയുന്നവരും നമ്മൾ മോശത്തിലേക്ക് പോകരുത്, നന്നാവണം എന്നാഗ്രഹിക്കുന്നവരാണ്. അതേ സമയത്ത് നമ്മളെ കാണുമ്പോൾ പഞ്ചാര വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ സ്നേഹത്തോട് മാത്രം പെരുമാറുന്നവരുണ്ടെങ്കിൽ സൂക്ഷിച്ചു, അവർ നിനക്കൊരു പണി തന്നിരിക്കും.